ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇതുവരെ നമ്മൾ 92 ദശകങ്ങൾ പഠിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 93-ാമത്തെ ദശകം 24 ഗുരുക്കന്മാർ, അത് നമ്മൾക്ക് 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമൻ നാരായണീയം ദശകം 93 24 ഗുരുക്കന്മാർ. ശ്ലോകം 1. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗത് വീക്ഷ്യ മായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേഥോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ. തവ അവിടുത്തെ കരുണയ കാരുണ്യത്താൽ ബന്ധുസ്നേഹം ബന്ധുക്കളിലുള്ള സ്നേഹം വിജഹ്യാം ഹി ത്യജിക്കാൻ കഴിയുമല്ലോ. ത്വയി അങ്ങയിൽ ഉപവേശിതാത്മാ മനസ്സ് സമർപ്പിച്ചവനായി ജഗത് ലോകം സകലം അപി മുഴുവനും മായാവിലാസം മായാനിർമ്മിതമാണെന്നു വീക്ഷ്യ ചിന്തിച്ചറിഞ്ഞിട്ട് സർവം എല്ലാം ത്യക്ത്വ ത്യജിച്ചിട്ട് ചരേയം ഞാൻ സഞ്ചരിക്കും ഭ്രാന്തിജന്യാത് ഭ്രാന്തി കൊണ്ടുണ്ടാകുന്ന നാനാത്വാത് നാനാത്വത്തിൽ നിന്ന് ഗുണദോഷാവബോധേ ഗുണദോഷജ്ഞാനം സതി ഖലു ഉണ്ടാകുന്ന അവസരത്തിലാണല്ലോ വിധി വാ വിധിയോ വ്യാസേഥോ വാ നിഷേധമോ ഉണ്ടാകുന്നത്. ത്വയി ബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ നിഹിതമതേ മനസ്സുറപ്പിച്ചിരിക്കുന്നവനും വീതവൈഷമ്യബുദ്ധ ഭേദബുദ്ധി പോയവനുമായ ഒരുവന് തൗ വിധിയും നിഷേധവും കഥം എങ്ങനെ ഉണ്ടാകും? നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ബന്ധുസ്നേഹം ന്ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. വിജഹ്യാം തവ ഹി കരുണയാ ത്വയി ഉപാവേശിതാത്മാ ചേർത്തിട്ട് ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലം അപി ജഗത് വീക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. മായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ച് പറയണം. സതി ഖലു ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഗുണദോഷാവബോധേ ഥേ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. വിധിർ ഥിർ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വാ വ്യാസേഥോ ഥോ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വാ കഥം ഥം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. തൗ ത്വയി നിഹിത മതേർവീത വൈഷമ്യ ബുദ്ധേ നീട്ടിയിട്ട് വിസർഗം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗത് വീക്ഷ്യ മായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേഥോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ. രണ്ടാമത്തെ ശ്ലോകം
ക്ഷുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവഃ സന്ധ്യനന്ദാ തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷ ഇഹ വരസ്തജ്ജനിർദുർലഭൈവ തത്രാപ്യാത്മനഃ സ്യാദ് സുഹൃദപി ചരിപുര്യസ്ത്വയിന്യസ്തചേതാഃ താപോച്ഛിത്തേരുപായം സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീ തതോന്യഃ. അർത്ഥം: ക്ഷുതൃഷ്ണാലോപ മാത്രേ, വിശപ്പും ദാഹവും നശിക്കുന്ന വിഷയത്തിൽ മാത്രം സതതകൃതധിയ, സദാ മനസ്സുറപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ജന്തവ ജന്തുക്കൾ അനന്ത ഭവതി അവസാനമില്ലാതെയുണ്ട്, ഇഹ ഇവിടെ ഈ ലോകത്തിൽ, തേഭ്യ അവയേക്കാൾ, വിജ്ഞാനവത്വാത് വിജ്ഞാനം കൊണ്ട്, പുരുഷ മനുഷ്യൻ, വര ശ്രേഷ്ഠനാകുന്നു, തജ്ജനി അവൻ്റെ ജന്മം, ദുർലഭ ഏവ വളരെ വിരളമാണ്, തത്രാപി മനുഷ്യജന്മത്തിൽ തന്നെ, ആത്മാ താൻ, ആത്മന തൻ്റെ, സുഹൃദ് സുഹൃത്തും, രിപു അപി ച ശത്രുവുമായി, സ്യാദ് ഭവിക്കും, യ യാതൊരുവൻ, ത്വയി അങ്ങയിൽ, ന്യസ്തചേതാഃ മനസ്സുവെച്ചവനായി, തപോച്ഛിത്തെ താപശാന്തിക്കായിക്കൊണ്ട്, ഉപായം മാർഗത്തെ, സ്മരതി സ്മരിക്കുന്നു, സ അവൻ, സുഹൃദ് ഹി സുഹൃത്താണല്ലോ, തഥാ അവരിൽ നിന്നും, അന്യ അന്യൻ, സ്വാത്മവൈരി ആത്മാവിൻ്റെ ശത്രുവാകുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ക്ഷുതൃഷ്ണാലോപ, ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മാത്രേ സതത കൃത ധിയോ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജന്തവ, അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സന്ധ്യനന്ദാ, സാന്ന് ഒരു സ മതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം, നീട്ടിയിട്ട് വിസർഗം. സന്ധ്യനന്ദാ തേഭ്യോ, ഭ്യോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിജ്ഞാനവത്വാത് പുരുഷ ഇഹ വര സ്തത് ജനിർ ദുർലഭൈവ, ഭൈ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തത്രാപ്യാത്മാത്മന, അവിടെ വിസർഗം. സ്യാത് സുഹൃത് അപി ച രിപുർ യ സ്ത്വയി ന്യസ്തചേതാഃ, നീട്ടിയിട്ട് വിസർഗം. താപോച്ഛിത്തേർ, ഛി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഉപായം സ്മരതി സ ഹി സുഹൃത് സ്വാത്മവൈരീ, തത അന്യ, ചേർത്ത് ചൊല്ലുമ്പോൾ തതോന്യ, അവിടെ വിസർഗമുണ്ട് ലാസ്റ്റിൽ. ക്ഷുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവഃ സന്ധ്യനന്ദാഃ തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷ ഇഹ വരസ്തജ്ജനിർദുർലഭൈവ തത്രാപ്യാത്മാത്മനഃ സ്യാദ് സുഹൃദപി ചരിപുര്യസ്ത്വയിന്യസ്തചേതാഃ താപോച്ഛിത്തേരുപായം സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീ തതോന്യഃ. മൂന്നാമത്തെ ശ്ലോകം. ത്വത്കാരുണ്യേ പ്രവൃത്തേ ക ഇവ നഹി ഗുരുർലോകവൃത്തേപി ഭൂമൻ സർവാക്രാന്താപി ഭൂമി നഹി ചലതി തതഃ സത്ക്ഷമാം ശിക്ഷയേയം ഗൃഹീയാമീശ തത്തദ്വിഷയപരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാച്ച. അർത്ഥം: ഭൂമൻ ഈശ, സർവപ്രപഞ്ചസ്ഥിതനായ ഭഗവൻ, ത്വത്കാരുണ്യേ അവിടുത്തെ കാരുണ്യം, പ്രവൃത്തെ പ്രവർത്തിക്കുമ്പോൾ, ലോകവൃത്തേ അപി ലോകവ്യവഹാരത്തിൽ പോലും, ക ആരാണ്, ഗുരു ഇവ ഗുരുവെന്ന പോലെ, നഹി ആയിത്തീരാത്തത്, ഭൂമി ഭൂമി, സർവാക്രാന്ത അപി എല്ലാറ്റിനാലും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ന ചലതി ഹി
ഇളകുന്നേയില്ല. തത അതിൽ നിന്ന് സത്ക്ഷമാം സ്ഥിരമായ ക്ഷമയെ ശിക്ഷയെയും ഞാൻ പഠിക്കുന്നു. സമീരാത് അപി കാറ്റിൽ നിന്നും തത്തദ്വിഷയപരിചയേ അതതു വസ്തുവിൽ ബന്ധപ്പെട്ടാലും അപ്രസക്തിം ഒന്നിനെയും ബന്ധമില്ലെന്നുള്ള അവസ്ഥയെ ഗൃഹീയാം ഞാൻ ഗ്രഹിക്കുന്നുണ്ട്. ആത്മന ആത്മാവിൻ്റെ വ്യാപ്തത്വം ച വ്യാപകത്വം നിർലേപത ച നിർലേപത്വത്തെയും മേ എനിക്ക് ഗഗനഗുരുവശാത് ആകാശമാകുന്ന ഗുരുവിൽ നിന്ന് ഭാതു പ്രകാശിച്ചു കാണട്ടെ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ത്വത്കാരുണ്യേ പ്രവൃത്തേ ക ഇവ നഹി ഗുരുർ ലോകവൃത്തേ അപി ചേർത്തിട്ട് ലോകവൃത്തേപി ഭൂമൻ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സർവാക്രാന്താപി ഭൂമിർ ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. നഹി ചലതി തത അവിടെ വിസർഗം വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ സത് ക്ഷമാം സത് എന്നുള്ളതിന് 2 സ വേണം. വിസർഗട്ട് ചൊല്ലുമ്പോൾ 1 സാന്ന് മതി. ക്ഷമാം എന്നുള്ളതിന് ക്ഷാന്ന് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ശിക്ഷയേയം അവിടെയും ക്ഷ എന്നുള്ള അക്ഷരം ഉറപ്പിക്കണം. ഗൃഹീയാം ഇവിടെ ഈ വാക്കിൻ്റെ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഗൃഹീയാം ന ഹ എന്നാണ് വരിക. ഈശ തത് തത് വിഷയ പരിചയേപി അപ്രസക്തിം ചേർത്ത് ചൊല്ലുമ്പം പരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ച ആത്മനോ ചേർത്ത് ചൊല്ലുമ്പോൾ ചാത്മനോ മേ ഗഗന ഗുരുവശാത് ഭാതു ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നിർലേപത ച ത്വത്കാരുണ്യേ പ്രവൃത്തേ ക ഇവ നഹി ഗുരുർലോകവൃത്തേപി ഭൂമൻ സർവാക്രാന്താപി ഭൂമി നഹി ചലതി തത സത്ക്ഷമാം ശിക്ഷയേയം ഗൃഹീയാമീശ തത്തദ്വിഷയപരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാച്ച. 4-ാമത്തെ ശ്ലോകം. സ്വച്ഛ സ്യാം പാവനോഹം മധുര ഉദകവത് വഹ്നിവന്മാസ്മ ഗൃഹാം സർവാന്നീനോപി ദോഷം തരുഷു തമിവ മാം സർവഭൂതേഷ്വവേയാം പുഷ്ടിർനഷ്ടി കലാനാം ശശിന ഇവ തനോർനാത്മനോസ്തീതി വിദ്യാം തോയാദിവ്യസ്തമാർത്താണ്ഡവദപി ച തനുഷ്വേകതാം ത്വത്പ്രസാദാത്. അർത്ഥം: അഹം ഞാൻ ഉദകവത് വെള്ളം പോലെ സ്വച്ഛ നിർമ്മലനായും പാവന പരിശുദ്ധനായും മധുര സ്വഭാവത്തോടു കൂടിയവനായും സ്യാം ആയിത്തീരണം. സർവാന്നീന അപി എല്ലാവരുടെയും ആഹാരം കഴിക്കുന്നവനെങ്കിലും വഹ്നിവത് അഗ്നി പോലെ ദോഷം ദോഷത്തെ മാസ്മഗൃഹാം സ്വീകരിക്കാതെയിരിക്ക വേണ്ട തരുഷു വൃക്ഷങ്ങളിൽ തമിവ അഗ്നി എന്ന പോലെ മാം എന്നെ സർവഭൂതേഷു എല്ലാ ജീവികളിലും അവേയാം അറിയണം. പുഷ്ടി വളർച്ചയും നഷ്ടി നാശവും കലാനാം കലകൾക്കല്ലാതെ ശശിന ഇവ ചന്ദ്രനു ഇല്ല എന്ന പോലെ തനോ ശരീരത്തിനല്ലാതെ ന ആത്മന ആത്മാവിന് ഇല്ലെന്ന് വിദ്യാം അറിയണം. തോയാദിവ്യസ്തമാർത്താണ്ഡവദപി ജലാദികളിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന സൂര്യൻ എന്ന പോലെ തനുഷു അപി ച സർവശരീരങ്ങളിലും ഏകതാം ഏകത്വത്തെയും ത്വത്പ്രസാദാത് അങ്ങയുടെ അനുഗ്രഹത്താൽ അറിയണം. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സ്വച്ഛ അവിടെ വിസർഗം ഛ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്യാം പാവന അഹം ചേർത്ത് ചൊല്ലുമ്പോൾ പാവനോഹം. മധുര ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഉദകവത്
വന്ഹിവത് നി എന്നുള്ള അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചോളൂ. ആ വാക്കിൻ്റെ വന്ഹിവത് മാ സ്മ ഗൃഹാം. ഇവിടെ അതേപോലെ ഗൃഹാം എന്നുള്ളതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചോളൂ. ന ഹ എന്നാണ് വരിക. സർവാന്നീന അപി ചേർത്ത് ചൊല്ലുമ്പോൾ സർവാന്നീനോപി ദോഷം തരുഷു തം ഇവ മാം സർവഭൂതേഷു അവേയാം. ചേർത്ത് ചൊല്ലുമ്പോൾ ഭൂതേഷു അവേയാം. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പുഷ്ടിർ നഷ്ടി അവിടെ വിസർഗം. കലാനാം ശശിന ഇവ തനോർ ന ആത്മന അസ്തീതി. ചേർത്തു ചൊല്ലുമ്പം തനോർനാത്മനോസ്തീതി വിദ്യാം. തോയാദി വ്യസ്ത മാർത്താണ്ഡവത് മാർത്താണ്ഡ് നാട് എന്നാണ്. അപി ച തനുഷ്വേകതാം തനുഷു ഏകതാം. ചേർത്ത് ചൊല്ലുമ്പോൾ തനുഷേകതാം ത്വത് പ്രസാദാത്. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവത് വഹ്നിവന്മാസ്മ ഗൃഹാം സർവാന്നീനോപി ദോഷം തരുഷു തമിവ മാം സർവഭൂതേഷു അവേയാം. പുഷ്ടിർനഷ്ടി കലാനാം ശശിന ഇവ തനോർനാത്മനോസ്തീതി വിദ്യാം. തോയാദിവ്യസ്തമാർത്താണ്ഡവദപി ച തനുഷ്വേകതാം തുത്പ്രസാദാത്. അടുത്തത് 5-ാമത്തെ ശ്ലോകം. സ്നേഹാദ് വ്യാധാത്ത പുത്രപ്രണയമൃതകബോധായിതോ മാസ്മ ഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുതമപി ശയുവത് സിന്ധുവത് ശ്യാമഗാഥ. മാ പപ്തം യോഷിതാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തദ്വത് ധനചയനവശാത് മാഹമീശ പ്രണേശം. അർത്ഥം: സ്നേഹാത് സ്നേഹനിമിത്തം, വ്യാധാസ്ത പുത്ര പ്രണയമൃത കപോദായിത വേടൻ കൊന്ന മാടപ്രാവിൻ കുഞ്ഞുങ്ങളെ കണ്ട് സ്നേഹത്താൽ മരിച്ച പെൺപ്രാവിനെ പോലെ മാ സ്മ ഭൂവം ഞാനായി തീരരുത്. ശയുവത് പെരുമ്പാമ്പെന്ന പോലെ, പ്രാപ്തം പ്രാപിച്ചവനെ, പ്രാശ്നൻ ഭക്ഷിക്കുന്നവനായിട്ട്, ക്ഷുധമപി വിശപ്പ്, സഹേയ സഹിക്കണം, സിന്ധുവത് കടൽ പോലെ, അഗാധ ആഴമേറിയവനായി, സ്യാം ആയിത്തീരണം, ശിഖിനി അഗ്നിയിൽ, ശലഭവത് ശലഭം പോലെ, യോഷിതാദൗ സ്ത്രീ, ധനം തുടങ്ങിയവയിൽ, മാ പപ്തം വീഴാനിടയാകരുത്, ഭൃംഗവത് വണ്ടിനെ പോലെ, സാരഭാഗി സാരാംശം എടുക്കുന്നവനായി, ഭൂയാസം ഞാൻ ഭവിക്കണം, കിന്തു എന്നാൽ, തദ്വത് അതുപോലെ, അഹം ഞാൻ, ധനചയനവശാത് പണം കൂടുന്നതുകൊണ്ട്, മാ പ്രണേശം നശിക്കരുത്. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സ്നേഹാത് വ്യാധാത്ത പുത്ര പ്രണയ മൃത കപോതായിതോ മാ സ്മ ഭൂവം. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുധം. ക്ഷു എന്നുള്ള അക്ഷരം അതേപോലെ ധംന്നും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അപി ശയുവത് സിന്ധുവത് ന്ധു എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സ്യാം അഗാധ അവിടെ വിസർഗം. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മാ പപ്തം യോഷിത് ആദൗ ശിഖിനി ഖി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ശലഭവത് ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭൃംഗവത് ഭൃം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സാരഭാഗി ഭ എന്നുള്ളത് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭൂയാസം ഇവിടെയും ഭൂ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കിന്തു തദ്വത് തദ്വത് പിരിച്ചു പറയുമ്പോൾ തദ്വത്. ധനചയന ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വശാത് മാഹം ഈശ പ്രണേശം.
ഈശ എന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്താം, അവിടെ ആശ്ചര്യചിഹ്നമുണ്ട്. സ്നേഹാത് വ്യാധാത്ത പുത്രപ്രണയമൃതകപോതായിതോ മാസ്മ ഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുധമപി ശയുവത് സിന്ധുവത് സ്യാമഗാഥ മാപപ്തം യോഷിതാദൗ ശിഖിനിശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തദ്വത് ധനചയനവശാത് മാഹമീശ പ്രണേശം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.